ഇപ്പോൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഞാൻ കാഠ്മണ്ഡുവിലേക്ക് പോവുകയാണ്. അപ്പോൾ കാഠ്മണ്ഡുവിലേക്ക് പോകണമെങ്കിൽ ഞാൻ ബാംഗ്ലൂർ വഴിക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ സമയം ഒരു 5 മണി ആയിട്ടുണ്ട്. ഇനി ബാംഗ്ലൂർക്ക് പോയിട്ട് അവിടെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് ഒരു രാവിലെ 5 മണിക്കാണ് അവിടെ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോകുന്നത്. ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ വഴിക്ക് ഞാൻ കാഠ്മണ്ഡു പോകുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു. ഇവിടുന്ന് ബാംഗ്ലൂർ ടു കാഠ്മണ്ഡു എല്ലാം എയർ ഇന്ത്യ എക്സ്പ്രസ്സാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ അത്യാവശ്യം ഫ്ലൈറ്റൊക്കെ പുതിയതാണ്. എനിക്ക് തിരിച്ചു വരാനുള്ളത് എയർ ഇന്ത്യയിലാണ്. എയർ ഇന്ത്യയുടെ കഥയൊക്കെ നമുക്കറിയാം. എന്നാലും അത് വല്ലപ്പോഴൊക്കെ ഉണ്ടാകുന്നതായിരിക്കാം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തി. ഞാൻ നിൽക്കണേ ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. ഇവിടെ എത്തിയപ്പോൾ ഒരു സ്പെഷ്യലായിട്ടൊരു സംഭവം കണ്ടെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ രാവിലെ 5 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ എനിക്ക് കുറേ 11 മണിക്കൂർ എനിക്കിവിടെ ഇപ്പോൾ ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുറ്റടിക്കാൻ നോക്കി ചുറ്റടിച്ചപ്പോൾ ഞാനിവിടെ ഒരു കഫേ കണ്ടു. ബാംഗ്ലൂർ ഈസ് ഫേമസ് ഫോർ എക്സ്പെൻസീവ് ടീ ആൻഡ് കോഫി, അത് നമുക്കറിയാം. പക്ഷേ അതോർത്തുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു 96, 97, 98 ഇൻ്റർവ്യൂ വന്നപ്പോൾ ചായയുടെ വില 100 ഇപ്പോഴും ഏതാണ്ട് 100 തന്നെയാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ 100 രൂപയ്ക്ക് ചായ കിട്ടും. അപ്പോൾ ഇപ്പോൾ എക്സ്പെൻസീവ് എന്നുള്ള ഈ വാക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റി തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ഇത് മനസ്സിലാക്കി മിട്ടി കോഫി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ കുറച്ച് നമ്മുടെ നാട്ടിൽ കുറച്ച് കൈകളിലൊക്കെ പ്രശ്നമുള്ള ആൾക്കാർ, എന്തെങ്കിലുമൊക്കെ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർ മാത്രം നടത്തുന്ന ഒരു കോഫിയാണ്. അടിപൊളിയാണ് സംഭവം. കാരണം മെയിനായിട്ട് അവരുടെ ഇൻറ്റൻഷൻ കൊള്ളാം, അവരുടെ ഫുഡ് കൊള്ളാം. ഞാൻ ഫുഡ് കഴിച്ചു, നമ്മുടെ കഴിച്ചു, മാഗി കഴിച്ചു, ഒരു 260 രൂപ കൊടുത്ത് കഴിച്ചു. പക്ഷേ 260 നമ്മുടെ ഈ ബാംഗ്ലൂർ എയർപോർട്ടിലുള്ള വളരെ ചീപ്പാണ് ശരിക്കും. അത് മാത്രമല്ല ആ ഒരു പ്രിഫറൻഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു മിട്ടി കഫേ എന്നുള്ളതൊന്ന് കയറി കാണാം. ഇതാണ് മിട്ടി കഫേ. ശരിക്കും 2017 അലീന അലം എന്ന ഒരു പെൺകുട്ടി ഫൗണ്ട് ചെയ്താണ്. ഒരു യങ് എൻ്റർപ്രണർഷിപ്പ് തുടങ്ങിയതൊരു സംഭവമാണിത്. ബാംഗ്ലൂരിൽ ചെറിയൊരു കടയായിട്ട് തുടങ്ങിയെന്നാണ് പറയണത്. പിന്നെ അതിപ്പോൾ ബോംബെ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, അങ്ങനെ കൽക്കട്ടയൊക്കെ ഇതിൻ്റെ സെൻറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഇവർ ഇതായിട്ടും കൊടുക്കുന്നുണ്ട്, ഫ്രാഞ്ചൈസായിട്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റിസപ്ഷനിലിരിക്കുന്നവരടക്കം വീൽ ചെയറിലും ഒക്കെ പോകുന്ന ആൾക്കാരാണ്. കൈയില്ലാത്തവർ, കണ്ണില്ലാത്തവർ, മെൻ്റലി റിട്ടയർഡ് ആൾക്കാർ വരെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ വൃത്തിയായിട്ടാണ് അവരെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ് കൊടുത്തിട്ട് മാത്രമേ കടലിലേക്ക് അവർ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടുത്തെ ഒരാൾ പറഞ്ഞു തരുന്നുണ്ട്. ഹായ്, സോ ദിസ് ഈസ് മിട്ടി കഫേ. സോ ഹൗ മെനി ഔട്ട്ലെറ്റ്സ് ആർ ഇൻ ബാംഗ്ലൂർ? So first of all, basically we're a chain of cafes that are run by persons with disabilities. And we have a total of 50 cafes across the country. And in Bangalore we have 22 cafes. Bangalore only? Yeah. So in which other locations you are having the other Mitti Cafe? So say for example at the Bangalore airport we have 3 cafes. 2 at Terminal 1 and 1 of course the cafe that is behind me. But apart from that we are there in various corporate spaces like Wipro, Infosys, Wells Fargo, ANZ Bank among others. So I mean only in Karnataka or another state? No. So we are there. There are total 50 branches, more than 50 across India. We are there at the Supreme Court of India, Rashtrapati Bhavan, Gujarat High Court. Delhi, Gujarat. Yeah. So do you have any plan to start in Kerala or? Kerala, we really hope to, and we are looking for opportunities. But we're looking for partners that can, work with us to help persons with disability get employment in the state. Actually, what I seen is that in Tata is one company in which the persons with disabilities are getting job. Because in Munnar, in Kerala, there is a factory there for tea, production of tea. So they are giving only the employment only to the person with the disabilities. So that's a very good means the purpose is very good. And so this is the first time I am into such a cafe, because the person here called me inside because I just want to charge my phone. So he gave me, you can freely charge here. So because of that act, I just want to come inside. And what I have seen is a very good thing. I am very much delighted with this. Your service is very good and the ambience is very good. So the entire theme is very good. But Kerala being such a progressive state and doing so much for social empowerment, we really hope that we find opportunities in a progressive state. I think you can come to Cochin is a hub. Main hub of Kerala is Cochin itself. So if one of these Mitti can start in Cochin, it will be a very good thing for you as well as for Kerala people too. Because I think the theme is very good. The purpose is also very good. Definitely. So this is owned by you? No, so it was founded by Alina Alam in the year 2017. It started off in Bangalore in Hubli. So at that point of time, it was just a small little cafe with
an umbrella and a table. From there, the journey of our team of persons with disability has been amazing, where we have added another, as I had earlier said, more than 50 cafes, and currently we are employing more than 1,000 persons with disabilities. I see. And what prompted her to start in such a cafe? Means there will be some kind of things which will make her to do these things, right? Yeah, so she was always very social empowerment driven, and she has been an animal rights activist, and like she's always been in the social field and wanted to do something. And of course, we know that there is a gap when it comes to disability inclusion. So this is something that she very innately wanted to plug in and help persons with disabilities. So she started this entire. So that means, in effect, she's giving a lot of job opportunities to the persons with disabilities. That's the thing. So we are an NGO, a Section 8 company, and our goal is to create livelihood opportunities for persons with disability so that they can earn with dignity and become economically independent. So you are getting subsidy from government or any other something like that? No. We are not tied to any government program. Nevertheless, we have received a lot of support from government functionaries, including the Honorable President of India. She inaugurated our cafe at the Rashtrapati Bhavan, as well as the Supreme Court of India, where we are present, and it was inaugurated by the former Chief Justice of India, D.Y. Chandrachud sir. Okay, so if somebody want to have the partnership of this firm, what he have to do? Means if somebody want to open the same thing in Cochin, so where he have to approach? So we are in the near future thinking of starting a franchisee model, because again, our goal is to create more and more employment opportunities for persons with disabilities. So of course, when we partner with the community, so that will help us to open more cafes, which will give more opportunities to persons with disabilities. But it is right now in the pipeline. We don't have a franchisee model yet, but we are working towards it. So in an average, how many cafes you are opening per year? Means that also you can tell. Per year, I mean, minimum, like if we just look at the last 3 years, I don't know the exact number, but I can say almost 15 a year has been opened. 15 a year average? Yeah, because after 2017, after opening, obviously things were difficult for us in the early years, where we were opening just a few cafes. But in the last 3 to 4 years, this entire concept of Mitti Cafe has exploded across the country. So now my other question is that you are giving employment to the person with disabilities. That's okay. So that means that they have to have some knowledge in cooking. They have to do something in and around the cooking area. So you are giving training for that or anything like that? Yeah. So Mitti Cafe, apart from running cafes, we also have another program called experiential training. Over here, like say for example, one of our training centers is in Jayanagar. Persons with disabilities, and we've trained over 4,000 persons with disabilities. They are given training in both hospitality, soft skill, and various other branches of training. Once they're ready, then only are they placed into settings like the cafe setting. So that means you are giving training as well as employment to the concerned person. Yes. So if somebody wants to join your firm, then what you have to do? Means if somebody from Kerala wants to join this firm, they can just reach out to us. They can go to our website, mitticafe.org. They can fill up the form, or they can contact the numbers or the emails that are given over there. And of course, they can join the training and definitely, like that. Definitely. So they may have to give some amount or something like that, fees, something like that. No. The entire program is free because this comes under a CSR model. So companies help us with CSR, and we use this money to give training to persons with disabilities. So this is open to all Indians? Means of course. Only Indians? From anywhere. There's both food, lodging, everything is provided for to the candidates, and from wherever they are across the country, they can come and become a part of our training program. So are you advertising this in any newspaper, or how the people will know about such an opportunity? So, of course, through this YouTube, some of them will know. But is there any other ways that you are advertising? So persons with disabilities is a very tight-knit community. So of course from word of mouth it has spread that we have a training center. So they of course bring their friends, and as I have told you, almost 4,000 to 5,000 persons with disability have already been trained at a training center.
But we of course hope to increase those numbers, and maybe, as you are suggesting, YouTube will help, and us doing outreach will get us more of these candidates. Yeah. So my other question is, disabilities up to what level? Means somebody may be blind, or somebody don't have any legs, something like that. No, we so basically for us, persons with disability, we take them across the entire spectrum, be it physical, intellectual, as well as psychiatric disabilities. So people with psychiatric or intellectual disabilities like Down syndrome or autism, they are like, we have a lot of candidates with Down syndrome. So that is no bar, because usually what other restaurants do is they only opt for people with some form of physical disability, okay, which is not very, like it does not harm their productivity, but for us that is no bar. And like say for example KFC or the McDonald's, they take a lot of people who are hearing and speech impaired, but they are of course part of our cafe as well, but they're not the only people. We also have people who are 100% visually impaired. We have people who have Down syndrome, autism, and a lot of other disabilities who find, like, people within these spectrums, they find it very difficult for themselves to get employment. Even a blind person can apply for this? Or? Yeah. In fact, there is a person who is 100% blind just behind you. So he is also part of our cafe. Okay, sir. Thank you. What's your name? Good name? My name is Mubashir Alam. So how long you are running this here? How long? This has been around 4-5 months. We opened in the month of June. Okay, thank you so much. ഇനി കുറച്ച് നമുക്ക് ബാംഗ്ലൂർ എയർപോർട്ട് കാണാം, അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണാം. ഇത് ഇന്ത്യയിലെ 3rd ബിസിയസ്റ്റ് എയർപോർട്ടാണ്. ഇവിടെ ധാരാളം പാസഞ്ചേഴ്സിനെ ദിവസവും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ മിട്ടി കഫേയൊക്കെ ഉള്ളത്. ഇതിന് മുമ്പുള്ള ഒരു എയർപോർട്ട് ബാംഗ്ലൂർ HAL എയർപോർട്ടായിരുന്നു. അവിടെ അത്രയും ബിസി ആയതാണ് പിന്നെ ഇവർ രണ്ടാമത്തെ എയർപോർട്ട് തുടങ്ങിയത്. 2017 കണ്ട് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ HAL കഴിഞ്ഞിട്ട് ഇതാണ്. ഇതുകൊണ്ട് ഇനി 3ാമത്തെ ഒരു കൊമേഴ്ഷ്യൽ എയർപോർട്ടാണ് ബാംഗ്ലൂർ പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറയുന്നു. നമ്മുടെ ഈ എയർപോർട്ട് കെമ്പഗൌഡ എയർപോർട്ട് എന്നാണ് ഇതിൻ്റെ വേറൊരു പേര്. ഈ എയർപോർട്ട് അറൗണ്ട് 35-36 കിലോമീറ്റേഴ്സ് ഫ്രം സിറ്റിയാണ്. ഒരു 1.5 മണിക്കൂർ എടുക്കും സിറ്റികൾ പോയി കഴിഞ്ഞാൽ. ഇവിടുന്ന് ഷട്ടിൽ ബസ്സുണ്ട്, സ്ഥിരമായിട്ട് സിറ്റികളുണ്ട്. പക്ഷേ HAL ആണെങ്കിൽ 5-6 കിലോമീറ്ററേ ഉള്ളൂ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന്. ഇവിടെ ഞാനൊരു 11 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്തു. ഇവിടുത്തെ ഇൻറ്റീരിയർ അടിപൊളിയാണ്, നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. നല്ല ഗ്രാൻഡായിട്ട് ഇൻറ്റീരിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടങ്ങളും ചെടികളും ഒക്കെ നിറഞ്ഞ് കുറേ മണികൾ പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ ഇതുപോലത്തെ ഒരു ഇൻറ്റീരിയർ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ എല്ലാം ഒരു മുളയുടെ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ അങ്ങനത്തെ ഒരു കുറേ സാധനങ്ങൾ വെച്ചിട്ടാണ്. മുളയുടെ ആ ഒരു തീം അങ്ങനത്തെ ഒരു തീമാണിത്. നമ്മുടെ ബാംബു തീം പോലെയാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ടില്ല. എല്ലായിടത്തും ബാംബുവിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈവൻ ചെയറിലായാലും ശരി, റൂഫിലായാലും ശരി, ഈവൻ വാൾസിലായാലും ശരി, എല്ലായിടത്തും തീം കൊള്ളാം. നമുക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഇതെല്ലാം. വെള്ളം, പിന്നെ ചെടി, ആകാശം മാത്രമേ ഇല്ലാത്തേ ഉള്ളൂ. ആകാശം പുറത്ത് കുറച്ച് അട്ടറിയും പോലെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാഠ്മണ്ഡുവിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ അതിരാവിലെ ആയിരുന്നു. ഞാൻ കാഠ്മണ്ഡുവിൻ്റെ പുണ്യപാദങ്ങൾ സ്പർശിച്ചു. കാഠ്മണ്ഡു എയർപോർട്ടാണ് നമുക്ക് കാണുന്നത്. ഇന്ന് അങ്ങോട്ട് തെളിഞ്ഞ കാലാവസ്ഥയാണ് കാഠ്മണ്ഡുവിൽ. ഞാൻ വന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റാണ് ഈ കാണുന്നത്. ഇങ്ങോട്ടേക്കുള്ള ബാംഗ്ലൂർക്കുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു. അവിടെ നിന്നുള്ള ഒരു വണ്ടിയിൽ കാഠ്മണ്ഡുവിൻ്റെ എയർപോർട്ടിലേക്ക് ഞാൻ പോവുകയാണ്. എയർപോർട്ടിലെത്തി. കാഠ്മണ്ഡു ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഞാൻ നേരെ പോകുന്നത് തമിഴിലേക്ക്. ഈ എയർപോർട്ട് പല സവിശേഷതകൾ നിറഞ്ഞ ഒരു എയർപോർട്ടാണ്. കാരണം ചുറ്റും മൗണ്ടനാണ്. ഇവിടെ അപകടങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവരുടെ പ്ലെയിൻ വളരെ പഴയ പ്ലെയിനാണ് പലതും. എസ്പെഷ്യലി നേപ്പാളിൻ്റെ 2 സ്ഥലത്തും ഇങ്ങനെ ചക്രങ്ങളൊക്കെ ഉള്ള പ്ലെയിനാണ്. നമുക്കത് നേപ്പാളിൽ പോയാലേ കാണാൻ പറ്റുള്ളൂ. എന്നാലും അവർ നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത് സത്യമാണ്. എന്തായാലും ഇത് ഞാനൊരു 4 വർഷം മുമ്പ് എയർപോർട്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട്. ഇവർ കുറച്ചും കൂടെ നന്നാക്കി വരുന്നുണ്ട് എയർപോർട്ടും എല്ലാ കാര്യങ്ങളും. ഇവിടുന്ന് എത്യോപ്യ എല്ലാ സ്ഥലത്തേക്കും, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്കും ഉള്ള ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് കൂടിയാണിത്. പിന്നെ എയർപോർട്ട് ഫെസിലിറ്റീസ് കുറച്ച് നമുക്ക് ഇത്തിരി ട്രഡീഷണലായിട്ട് തോന്നും. പക്ഷേ എന്നാലും ഉള്ളിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഗൃഹാതുരത്വം തോന്നുന്ന ഒരു എയർപോർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ പഴയ കൊച്ചി എയർപോർട്ടിൻ്റെ ഒക്കെ പോലെ എനിക്ക് തോന്നാറുണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ. പിന്നെ ഇവിടുന്ന്
എനിക്കിനി തമിഴിലേക്ക് പോകണം. തമിഴിലാണ് ഞാൻ സാധാരണ താമസിക്കാറ്. തമിഴിലേക്ക് ഇവിടെ നിന്ന് പട്ടാവോ എന്നൊരു ആപ്പുണ്ട്. അതിലാണെങ്കിൽ ബൈക്ക് ടാക്സി കിട്ടും, അല്ലെങ്കിൽ ടാക്സി കിട്ടും, കാറിൻ്റെ കിട്ടും. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഇമിഗ്രേഷനൊക്കെ ഉണ്ട്. ഈ ഒരു ഹോട്ടൽ ഹാംസ് ഹോട്ടൽ ഒരു ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലാണ് ഞാൻ മറക്കില്ല, കാരണം എനിക്ക് കോവിഡ് വന്നപ്പോൾ ഇവിടെ ഞാൻ കടന്നത്. ഒരു 3-4 ദിവസം ICU കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു എസ്കലേറ്ററൊക്കെ ആദ്യമായിട്ടാണ് ചെയ്ത് വെച്ചത്. നേരത്തെ ഒന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ കുറേയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പണി നടത്തിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പുതുതായിട്ട് കാണാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇതിൽ ഞാൻ കാണുന്നു. അപ്പോൾ തമിഴിലേക്കുള്ള ബൈക്ക് ടാക്സിയിലാണ് ഞാൻ പോയത്. അപ്പോൾ ബൈക്കിൻ്റെ ആളെത്തി, ടാക്സി എത്തി, ഞാൻ അങ്ങോട്ട് കയറി പോവുകയാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്ത ചെറിയൊരു വീഡിയോ ആണ് ഈ കാണുന്നത്.